കേരള PSCയുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ടോപ്പിക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി പ്രീവിയസ് സെഷനിൽ മൊഡ്യൂൾ 1 അപ്ലൈഡ് ഒപ്റ്റിക്സിൽ വരുന്ന ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഫൈബർ ഒപ്റ്റിക്സ്, ആ 2 ചാപ്റ്റേഴ്സിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. എക്സാമിന് അതെന്തായാലും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതല്ലെങ്കിൽ മുകളിലത്തെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ, അതായത് സെമി കണ്ടക്ടേഴ്സ്, അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Question number 1. The forbidden energy gap of germanium is 0.72 electron volt. ജർമേനിയത്തിൻ്റെ ആണെങ്കിൽ 0 ടെമ്പറേച്ചറിൽ 0.75 ഇലക്ട്രോൺ വോൾട്ടും നോർമൽ ടെമ്പറേച്ചറിൽ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ 0.72 ഇലക്ട്രോൺ വോൾട്ടും. എന്തായാലും ജർമേനിയത്തിൻ്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് 0.7 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ 0.7 ഇലക്ട്രോൺ വോൾട്ടിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് വൺ. The forbidden energy gap of silicon is, for silicon the energy gap is 1.1 electron volt. കുറച്ചും കൂടെ കൂടിയ വാല്യൂ 1.12 ഇലക്ട്രോൺ വോൾട്ട് 0 ടെമ്പറേച്ചറിൽ ഉണ്ടാവാറുണ്ട്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ലോക്ക് ചെയ്യാം. സോ ഇറ്റ് കംസ് ഇൻ ദ റേഞ്ച് ഓഫ് 1.1 ഇലക്ട്രോൺ വോൾട്ട്. സിലിക്കണിന് 1.1ഉം ജർമേനിയത്തിന് 0.7. ഇതാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പിൻ്റെ റേഞ്ച്. Next, the most commonly used semiconductor is, of course, silicon. Silicon semiconductor is preferred than germanium because, ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബിക്കോസ് ലീക്കേജ് കറന്റ് ഡ്യൂ ടു മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഈസ് ലെസ് ഇൻ സിലിക്കൺ. ലീക്കേജ് കറന്റ് കുറവാണ്. സിലിക്കൺ ഈസ് അബണ്ടന്റ് ഇൻ നേച്ചർ. ഒരുപാട് സിലിക്കൺ നമുക്ക് നേച്ചറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. സിലിക്കൺ ഹാസ് ഹയർ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി. ഇതെല്ലാം ട്രൂ ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് വൺ. നെക്സ്റ്റ്, electron in p-type semiconductor are called as minority carriers. p-type semiconductor electrons ആണ് minority carriers, where in n-type semiconductor holes ആണ് minority. ഓക്കെ, അപ്പോൾ p-type semiconductor മെജോറിറ്റി ആരാണ്? മെജോറിറ്റി ഹോൾസ്. n-type semiconductor മെജോറിറ്റി ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. n-type semiconductor material has pentavalent impurity atoms added. Trivalent impurity atom ആഡ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? p-type semiconductor. Doping in semiconductor increases its conductivity അല്ലെങ്കിൽ conductance. കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് സെമി കണ്ടക്ടറിൽ നമ്മൾ ഡോപ്പിംഗ് ചെയ്യുന്നത്, അതായത് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡോണർ ടു എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഈസ് പെൻറ്റാവാലന്റ്. ട്രൈവാലന്റ് എന്ന് പറയുന്നത് എപ്പോഴും ആക്സെപ്റ്റർ ആണ്. ട്രൈവാലന്റ് ആക്സെപ്റ്ററും പെൻറ്റാവാലന്റ് ഡോണറും. വിച്ച് മെറ്റീരിയൽ ബിഹേവ്സ് ലൈക്ക് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ അറ്റ് വെരി ലോ ടെമ്പറേച്ചർ? സിലിക്കൺ, ജർമേനിയം, ഗാലിയം ആർസനൈഡ്, ഇതെല്ലാം സെമി കണ്ടക്ടേഴ്സ് ആണ്. എല്ലാ സെമി കണ്ടക്ടേഴ്സും വളരെ ചെറിയ ടെമ്പറേച്ചറിൽ ഇൻസുലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് വൺ. ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ്, ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ സെമി കണ്ടക്ടർ വിൽ ഇൻക്രീസ്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് കണ്ടക്ടിവിറ്റിയും കൂടും. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് എനർജി ബാൻഡ് ഗ്യാപ്പ് ഓഫ് സെമി കണ്ടക്ടർ ഇൻ ഇലക്ട്രോൺ വോൾട്ട്? സെമി കണ്ടക്ടേഴ്സിനെല്ലാം ബാൻഡ് ഗ്യാപ്പ്, എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 to 3 ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലാണ്. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ലൈസ് ഇൻ ദ റേഞ്ച് ഓഫ് 1 ഇലക്ട്രോൺ വോൾട്ട്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസിൽ ആൻസേഴ്സ് കൊടുക്കാറുണ്ട്. സോ സെമി കണ്ടക്ടർ ആണെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ട്, ഇൻസുലേറ്റർ ഒക്കെ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 3-4 ഇലക്ട്രോൺ വോൾട്ട്, കണ്ടക്ടേഴ്സ് ആണെങ്കിൽ 0 ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെയാണ് എനർജി ബാൻഡ് ഗ്യാപ്പിൻ്റെ റേഞ്ച്. What will happen if doping of an intrinsic semiconductor with pentavalent impurity atom? പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് എൻ ടൈപ്പ് ആയിട്ട് മാറും. എൻ ടൈപ്പിലെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് കുറച്ച് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ബിക്കോസ് ഇലക്ട്രോൺസിനെ കാണാൻ സാധ്യതയുള്ള ലെവൽസ് ആണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ എൻ ടൈപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ഇലക്ട്രോൺസിനെ നമുക്ക് കണ്ടക്ഷൻ ലെവലിൽ കാണാൻ പറ്റും. സോ ഹിയർ ദ ആൻസർ ഈസ് ഫെർമി ലെവൽ മൂവ് അപ്വേർഡ്സ്. The electron in the conduction band is having higher energy than electron in valence band. കണ്ടക്ഷൻ ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ എപ്പോഴും വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിനേക്കാൾ എനർജി കൂടുതലായിരിക്കും. In an intrinsic semiconductor, there are equal number of electrons and holes. Number of electrons ഉം number of holes ഉം പ്യുവർ സെമി കണ്ടക്ടറിൽ ഈക്വൽ ആയിരിക്കും.
ഇൻ എൻ ടൈപ്പ് സെമികണ്ടക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ മോർ ദാൻ നമ്പർ ഓഫ് ഹോൾസ്. എൻ ടൈപ്പ് ആവുന്ന സമയത്ത് അങ്ങനെയാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും. പി ടൈപ്പ് ആവുന്ന സമയത്ത് നമ്പർ ഓഫ് ഹോൾസ് കൂടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഹയസ്റ്റ് മൊബിലിറ്റി? മൊബിലിറ്റി കൂടുതലുള്ളത് ഇലക്ട്രോൺസിനാണ്. ഇലക്ട്രോൺസ് ആർ ഹാവിങ് ഹയർ മൊബിലിറ്റി ദാൻ ഹോൾസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡോണർ ഇംപ്യൂരിറ്റി? ഡോണർ ഇംപ്യൂരിറ്റി തന്നിരിക്കുന്നതിൽ ആൻറ്റിമണിയാണ് ഡോണർ ഇംപ്യൂരിറ്റി. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ഇതെല്ലാം ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റിയാണ്. ഓക്കെ, ഇതെല്ലാം ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റി? അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അലൂമിനിയം ഉണ്ട്, അലൂമിനിയമാണ് ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റി. ഫോസ്ഫറസും ആർസനിക്കും ആൻറ്റിമണിയും ബിസ്മത്തും എല്ലാം ഡോണർ ഇംപ്യൂരിറ്റീസാണ്. സോ ഹിയർ ദ ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റി ഈസ് അലൂമിനിയം. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം അതൊക്കെയാണ് ആക്സെപ്റ്റർ ഇംപ്യൂരിറ്റി ആയിട്ട് വരുന്നത്. ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആസ് എ ഹോൾ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. എൻ ടൈപ്പ് എന്നൊക്കെ പേരുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എൻ ടൈപ്പും പി ടൈപ്പും എല്ലാം. ഇൻ an intrinsic semiconductor at absolute zero temperature behaves like an insulator. സെമി കണ്ടക്ടർ ആണെങ്കിലും സീറോ ടെമ്പറേച്ചറിൽ ഇൻസുലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. കാരണം ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യപ്പെടാൻ സീറോ ടെമ്പറേച്ചർ പോരാ. ഹയർ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യപ്പെടുകയും കണ്ടക്ട് ചെയ്യുകയും ചെയ്യുക. അല്ലാതെ സീറോ ടെമ്പറേച്ചറിൽ ഇവരെല്ലാം എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. An n-type semiconductor at room temperature has large electron concentration. നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തു. Number of electrons is more than number of holes. Similarly, an n-type semiconductor at room temperature has large electron concentration. 1 electron volt equals 1.6 into 10 raised to minus 19 joules. A hole in a semiconductor is defined as vacancy created by removal of electron from covalent bond. Covalent bondലുള്ള ഇലക്ട്രോൺസ് റിലീസ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ഹോൾസ് ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അല്ലാതെ വെറുതെ ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ ഹോൾ ജനറേറ്റ് ചെയ്യപ്പെടില്ല. The resistivity of the semiconductor is in the order of 10 raised to minus 4 to 10 raised to 4 ohm meter. ഇതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ക്വസ്റ്റ്യൻസിൽ ഈ റേഞ്ചിൽ, ഇതിൻ്റെ അടുത്ത റേഞ്ചിലുള്ളതൊക്കെ ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുക. ഇനി ഒരു ദിവസം മാത്രമേ എക്സാമിനുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. ഈ എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കാം. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.